പി.സി. വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 5 മിനിറ്റ് മതിയാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത് സംഭവിക്കുന്നത്. ബിഗ് ടിവിയുടെ ഒരു കാർഡ് ഞാൻ കാണുന്നു. അതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പലതും പറയുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്കേണ്ട, അത് LDF തീരുമാനിച്ചോളൂ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പി.സി. വിഷ്ണുനാഥിന്റെ ഈ ആത്മവിശ്വാസം, അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യം പോലും അല്ല പറയുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 5 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ UDF ജയിക്കും, അല്ലെങ്കിൽ UDF അധികാരത്തിൽ കയറും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസമാണല്ലേ ഇത്? അതെ, ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം, സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. UDF അധികാരത്തിൽ 80 അല്ലെങ്കിൽ 90 സീറ്റ് അല്ലെങ്കിൽ 100 നേടിയാൽ അത്ഭുതമില്ല. അതെ, അങ്ങനെ ആ ഒരു ടീം UDF എന്നുള്ള ഒരു നേതൃത്വത്തിൽ ജയിച്ചു കയറുന്ന ആ ഒരു പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കാനാണ് ഇത്ര കഷ്ടപ്പാട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഐക്യകണ്ഠേന തീരുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മറ്റൊരു പാർട്ടിക്ക് അതല്ല. ഞാനും അപ്പനും സുഭദ്രയും എന്നുള്ളൊരു ടേമാണ്, എന്താ ഒരു അവസ്ഥയാണ്. അതെ, ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് ആ പാർട്ടിയുടെ അടിത്തറ. അതെ, ഇപ്പൊ അപ്പൻ എങ്ങാനും കഷ്ടകാലത്തിന് തോറ്റുപോയാൽ സുഭദ്ര സഹോദരനും മാത്രമായി പോകും. അപ്പൻ തോൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഷാഫി പറമ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ അത് മറ്റൊരു സാഹചര്യം. ഇപ്പോൾ പി.സി. വിഷ്ണുനാഥിനെ ട്രോളുന്ന ആൾക്കാർക്ക് അവർക്ക് പറയാനുള്ള കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലടിച്ച് തീരില്ലേ എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായി ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ഘടകകക്ഷികളെയും ഒരുപോലെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത്, എന്നാൽ കോൺഗ്രസിന് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയും പാളിപ്പോകാതെ കൃത്യമായി വരച്ച് കുറിച്ച വഴിയിലൂടെ മാപ്പിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാണോ പാട്? അതെ, ആ ഒരു പാർട്ടിയുടെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മള് ഒരു അത്ഭുതത്തിലാക്കുന്നത്. അത് മാത്രമല്ല, അണികൾക്ക് ആത്മവിശ്വാസം ഉള്ളത് ഈ ഒരു കോൺഫിഡൻസിലാണ്. അതെ, ഇതിന്റെ താഴെ വന്നൊരു പ്രധാനപ്പെട്ട കമന്റ് ഒരാൾ ഇട്ടിട്ടുണ്ട്, ഇവൻ തോൽക്കുമെന്ന്. എനിക്കിത് കണ്ടിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാണ് കുണ്ടറയിൽ പി.സി. വിഷ്ണുനാഥ് തോക്കുമെന്ന് പറയാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അടിമയുടെ രോദനം. അതെ, അതങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കുണ്ടറയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇപ്പോൾ ഇവർ പ്രകടിപ്പിക്കുന്ന, ഇപ്പോൾ UDFിലുള്ള എല്ലാവരും, കോൺഗ്രസിൽ പ്രത്യേകിച്ച് എല്ലാവരും പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു, മുസ്ലിം ലീഗ് പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് അമിത ആത്മവിശ്വാസമൊന്നുമില്ല, 85 സീറ്റോടുകൂടി അധികാരം. അവർക്ക് ഒരു സ്ട്രാറ്റജികളെ കിട്ടുന്നതിനുള്ള വ്യക്തമായിട്ട് കണക്കുകൂട്ടൽ, അതിലൂടെയാണ്, അതാണ് അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഏതോ ഒരു മണ്ഡലത്തിൽ ഒരു UDF കാൻഡിഡേറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇങ്ങനെ കണക്കുകൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇന്ന പഞ്ചായത്തിൽ ഇത്ര വോട്ടിന് മുൻപിൽ, ഇത്ര വോട്ടിന് പിന്നിൽ എന്ന് പറഞ്ഞ് കൃത്യമായ കണക്കുകൾ എഴുതിയാണ് ഇവർ സംസാരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഈ പറയുന്ന പോലെ നമ്മൾ പ്രവചിച്ച എല്ലാ മണ്ഡലങ്ങളിലും അങ്ങ് വിജയിക്കുന്നുള്ള ഒന്നുമല്ല പറയുന്നത്. അതിപ്പോ ഏത് പാർട്ടി ആണെങ്കിൽ പോലും. പക്ഷെ ഈ പറഞ്ഞ കീ മണ്ഡലങ്ങൾ, കുണ്ടറ പോലെ, ആറന്മുള പോലെ, അതുപോലെ ഭയങ്കര ഷുവർ ഷോട്ട് ആയിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം വിജയിച്ചു കയറും. ഇപ്പോൾ 5 മിനിറ്റിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുമെന്ന് പി.സി. വിഷ്ണുനാഥ് പറയുന്നുണ്ടെങ്കിൽ കഴിയും. എനിക്ക് തോന്നുന്നത് ആ തീരുമാനങ്ങളെല്ലാം നേരത്തെ എടുത്തു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തമ്മിൽ തല്ലാണ് എന്ന് പുറത്ത് നറേറ്റീവുകളുണ്ട്, ഇടത് സൈബർ ഇടങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട്, തമ്മിൽ തല്ലുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ തമ്മിൽ തല്ലൊന്നും ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് തമ്മിൽ തല്ലാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ട്. പക്ഷേ CPM എന്നുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടത് പാർട്ടിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. മുകളിൽ നിന്ന് വരുന്ന ഓർഡർ അക്ഷരമൃതയെ അനുസരിക്കുക, അത് മാത്രമേ അവരുടെ ചോയ്സ്. തീർച്ചയായിട്ടും തിരിച്ചൊരു വാക്ക് പറയാൻ പോലും അവർക്ക് അനുവാദമില്ല. അതെ, ഇപ്പോൾ LDF CPM നിന്ന് വിട്ടുപിരിഞ്ഞ് കോൺഗ്രസിൽ വന്ന കുറെ നേതാക്കളുണ്ടല്ലോ. അപ്പൊ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഈ പാർട്ടി മാറി വന്ന എല്ലാ നേതാക്കളോടും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് വ്യത്യാസം അവിടെയും ഇവിടെയും, എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ്. ഈ നേതാക്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്, കഴമ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ പറയാൻ സ്വാതന്ത്ര്യമില്ല, എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതുണ്ട്.
ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഞാൻ യോഗ്യനാണെന്ന് തുറന്നു പറയാൻ നേതാക്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മുകളിലുള്ള നേതാവായാലും ഏറ്റവും താഴെയുള്ള പ്രവർത്തകനായാൽ പോലും ആ സ്വാതന്ത്ര്യം ഉണ്ടാകണം. എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം മേഘനോട് പറഞ്ഞിരുന്നു, ChatGPT-യോട് കേരളത്തിൽ 2026 മുഖ്യമന്ത്രി ആരായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു മന്ത്രിസഭ എങ്ങനെ രൂപീകരിക്കും എന്നുള്ള രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ. ഇതുപോലെ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, പിന്നെ VD സതീശൻ എന്നുള്ള ഒരു എല്ലാവരുടെയും ലിസ്റ്റ് പറഞ്ഞു. ഈ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാട്ടോ ഞാനിത് പ്രോംപ്റ്റ് കൊടുത്തത്. ഇനി അതിന്റെ ഭാഗത്ത് എന്റെ ട്രോളാ വരരുത്. അതെ, ഇപ്പോ ഈ പറഞ്ഞ അപ്പൊ ആ ഒരു ഈവൻ ശശി തരൂർ വരെ ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ് മറ്റൊരു സത്യം. ഈ ശശി തരൂരിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ പിന്നെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു. അതെ, അതായത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് നമ്മൾ വിചാരിച്ച ഒരു അവസാന മൊമെന്റിൽ ശശി തരൂരിന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ എല്ലാവിധ കണക്കുകൂട്ടലും, ഇപ്പൊ കുറച്ചു മുമ്പ് മേഘ പറഞ്ഞു ഈ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടലെല്ലാം അപ്പാടെ തകർത്തിട്ടുള്ള ഒരു ഫോട്ടോ ഫിനിഷിംഗ് എൻട്രി ആയിരുന്നു ശശി തരൂർ. തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവസാനം എണ്ണുന്ന വോട്ട് എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയനിലെ വോട്ടുകളാണ്. അത് ആ സമയത്തെ ട്രോളുകളെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ശശി തരൂർ തോൽക്കുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ അതേ വിരുദ്ധടാ നമ്മുടെ കോസ്റ്റൽ റീജിയൻ എന്ന് പറഞ്ഞിട്ട് ആ ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ഇപ്പോൾ ഞാൻ ഒരു സാറ്റലൈറ്റ് ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞങ്ങൾ PCR ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആണ് ഈ തിരുവനന്തപുരത്തെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു എന്ന് ഉറപ്പിച്ചു, ഏകദേശം ഉറപ്പിച്ചോടെയുള്ള BJP-ക്കാരെല്ലാം ലഡു വാങ്ങാൻ ആൾക്കാരെ പറഞ്ഞു വിടുന്നു. വളരെ സന്തോഷത്തിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് കോസ്റ്റൽ റീജിയൻ എണ്ണിയപ്പോഴേക്കും ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നതും ശശി തരൂർ ജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ഇപ്പോൾ ശശി തരൂരിനെയൊക്കെ മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ എനിക്കത് സങ്കല്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ മേഘ വള്ളംകളി നേരിട്ടുണ്ടോ? ഇല്ല. വള്ളംകളി നേരിട്ട് കാണുമ്പോൾ ഒരു ചുണ്ടൻ അടുത്തെത്തി ജയിക്കുന്നതിന് തൊട്ടടുത്ത് മറ്റൊരു ചുണ്ടൻ വേഗം കടന്നു പോകുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷില്ലേ, അതാണ് തിരുവനന്തപുരത്ത് ലോകസഭയിലെ ഇലക്ഷനിൽ റിസൾട്ടിൽ കണ്ടത്. ഇപ്പൊ പിന്നെ മറ്റൊരു കാര്യം, സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മുടെ കാരാട്ടർ സാഹു, മുൻ കൊടുവള്ളി MLA, അദ്ദേഹം മുമ്പ് ലീഗിലായിരുന്നു, പിന്നെ CPM-ലേക്ക് വന്നു, MLA ആയി. മറ്റൊരു അട്ടിമറിയിലൂടെ ഒരാളെ പരാജയപ്പെടുത്തി, പിന്നെ MK മുനീറാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹം ഈ ഒരു മാസം മുമ്പ് തിരിച്ച് ലീഗിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവിടെ സ്വാതന്ത്ര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ചേർത്ത് പിടിക്കലുണ്ടായിരുന്നില്ല, ഇപ്പം എന്താ ഒരു വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു ഗ്യാങ്ങിസം, ഒരു ഗ്രൂപ്പിസം ആയിരുന്നു. അതെ, ആ ഒരു ഗ്രൂപ്പിസം ആയിരുന്നു അത് ഇപ്പൊ ഈ കോൺഗ്രസ് തമ്മിലടിക്കുന്നു, ഇതാണെന്നൊക്കെ പറയുന്നിടത്ത് CPM-ന്റെ 3-4 ആള് തീരുമാനിക്കുന്ന തീരുമാനങ്ങളെ പോലെയല്ല UDF നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്.